മൈ യൂട്യൂബ് ചാനൽ അമലു ആർട്ടിസ്റ്റ്. അപ്പോൾ ഇതൊന്നല്ല കേട്ടോ നമുക്ക് വേണ്ടത്. നമുക്കിന്ന് എൻ്റെ സനകളെല്ലാവർക്കും അറിയില്ലേ, അവളുടെ ഫേവറേറ്റ് ക്ലിപ്പാട്ടത് കണ്ടില്ലേ, സൂപ്പർ ക്ലിപ്പല്ലേ. അപ്പോൾ ഇത് ആണ് അവൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇതൊന്നൊന്ന് മോട്ടിവേഷൻ ചെയ്ത് കൊടുത്താലോ എന്ന്. അവൾക്ക് എന്തായാലും മോട്ടിവേഷൻ ചെയ്തതൊക്കെ ഇടാനും നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ പഴയ ഒരു കളർ പാലറ്റാണ് കേട്ടോ എടുക്കുന്നത്, പുതിയതൊന്നും എടുക്കുന്നില്ല. അത് ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമുക്കത് ആദ്യം ഇതിൻ്റെ മേലക്കൂടെ കുറച്ച് എന്താ പറയുക, ഇതിൻ്റെ ഈ സ്റ്റീല് പോലത്തെ സംഭവം ആയതുകൊണ്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് പെയിൻറ്റ് പിടിക്കുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം എൻ്റെ അടുത്തുള്ളൊരു എന്തോ ഒരു പെയിൻറ്റ് പോലത്തെ എന്തോ സംഭവമാണ് കേട്ടോ. എടുത്തിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് എന്താ പറയുക, കൂടെ ഒന്ന് സ്മഡ്ജാക്കി കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൻ്റെ നിഴലാണ് കേട്ടോ നിങ്ങൾക്ക് കാണണേ. നമ്മളൊരു ട്രൈപ്പോഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ വീഡിയോ ഒക്കെ വരും. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുട്ടൊന്നും നിങ്ങൾക്ക് കാണേണ്ടി വരില്ല കേട്ടോ. അപ്പം നല്ല ക്ലിയറിലൊക്കെ ഞാൻ കാണിച്ചു തരണ്ട്. ഇപ്പം സംതിങ് നിങ്ങളിങ്ങനെ കാണുക. അപ്പം നമുക്ക് ഏതോ ഒരു പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ വൈറ്റാണ് അടിച്ചു കൊടുക്കാൻ നിൽക്കുന്ന അവസ്ഥ. നമുക്ക് വൈറ്റ് അടിച്ചു കൊടുക്കണമല്ലോ എപ്പോഴും ഒരു കോട്ടിങ്ങിനൊക്കെ ഒരു വൈറ്റല്ലോ നമ്മളെപ്പോഴും യൂസ് ചെയ്യാറ്. അപ്പം എൻ്റെ ഇവിടുത്തെ കുട്ടിപ്പട്ടാളം സൈഡിൽ ആ വൈറ്റ് കളറിൽ ഏതൊക്കെയോ ഒരു കളർ മിക്സ് ചെയ്തിട്ടുണ്ട്. അതായിട്ട് ഇങ്ങനെ ഒരു കളർ, ഒരു പിങ്കൊക്കെ മിക്സായ ഒരു കളർ പോലെ ഉണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം എന്തായാലും വേണ്ടില്ല, നമുക്കതൊരു 2 കോട്ട അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് 2 കോട്ട അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഉണങ്ങാൻ വെക്കാം. അപ്പോൾ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്, ഒരു 10 മിനിറ്റ് ഞാൻ ഉണങ്ങാൻ വെച്ചിട്ടുള്ളൂ. നല്ല പോലെ ഒന്നും ഉണങ്ങിയിട്ടില്ല, എന്നാലും നമുക്ക് ഇത്ര മതി, ഉണങ്ങിയാൽ മതി. നമുക്കിനി ഇതിൽ കളറ് ആഡ് ചെയ്യാം. ഇതിലെങ്ങനെയൊക്കെ കളർ ചേർക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ അതിവിടുന്ന് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ എടുക്കുന്നത്. ഡാർക്ക് ബ്ലൂ ഒക്കെ പറയുമ്പോൾ പീക്കോക്കിൻ്റെ തലഭാഗത്ത് മുതലാട്ടോ ഞാൻ ഡാർക്ക് ബ്ലൂ എടുത്ത് അടിച്ചെടുക്കുന്നത്. വാട്ടർ കളറായതുകൊണ്ട് അങ്ങോട്ട് സെറ്റായി കിട്ടുന്നില്ല ഗൈസ്. എന്തായാലും വേണ്ടില്ല, നിങ്ങൾക്ക് ഇത് ഇഷ്ടമായല്ലോ ഇഷ്ടമായ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ആരും കമൻറ്റ് ചെയ്യുന്നില്ല, അപ്പോഴേക്ക് മനസ്സിലായി നിങ്ങൾക്ക് എഴുതാനും വായിക്കാനൊന്നും വയ്ക്കില്ല എന്ന്. അപ്പം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഗിവ് അവേൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഗിവ് അവേയിൽ പങ്കെടുക്കാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. എന്താ ജസ്റ്റ് എന്തായാലും റാൻഡമായിട്ട് പറയുക. ഞാനിന്ന് റാൻഡമായിട്ട് ഒരാളെ ചൂസ് ചെയ്തു. അതാണ് കേട്ടോ ഞാൻ ഗിവ് അവേയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഞാനിവിടെ മേൽഭാഗത്തിൽ അടിച്ചു കൊടുക്കുന്നത്. പിന്നെ നമുക്കൊരു പീക്കോക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചേർത്തൊരു ബ്ലൂ കളറും പിന്നെ നമുക്കൊരു ഗ്രീൻ കളർ, ഏതെങ്കിലും ഡാർക്ക് ഗ്രീൻ കളറും മിക്സ് ചെയ്താൽ മാത്രം മതി നമുക്ക് പീക്കോക്ക് കളർ കിട്ടും കേട്ടോ. ഞാൻ കുറച്ച് ബ്ലൂ കൂടിപ്പോയോ ഡൗട്ട് മിക്സ്ഡ് പറഞ്ഞിട്ട് ഞാൻ കുറച്ചവിടെ ഗ്രീൻ ആഡ് ചെയ്തു. അപ്പോൾ എനിക്കൊരു പീക്കോക്ക് കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ആ ബ്ലൂവിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ സ്ക്രാഷായിട്ട്, അയ്യോ കാണുന്നില്ലേ, പക്ഷേ നല്ലതാണ്. അപ്പം നമ്മളിത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇതേപോലെ കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇത് ലാസ്റ്റ് ഔട്ട്ഫിറ്റൊക്കെ ഞാൻ കാണിച്ചാൽ ഇതുപോലെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് കുറച്ചും കൂടെ ലൈറ്റാക്കിയെങ്കിൽ ലൈറ്റാക്കാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലൈറ്റില്ല എങ്കിലും ഇതാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു നിൽക്കുന്ന രീതിയിൽ. പിന്നെ ഞാൻ ഈ ഒരു ലൈറ്റ് കിളി പച്ച പോലത്തെ ഒരു പച്ചയാണ് കൊടുക്കുന്നത്. പച്ച കളറൊന്നും ആയിരുന്നില്ല, ഇതൊരു ഗ്രീൻ കളറ്, ഒരു യെല്ലോ കളറായിരുന്നു ഇത്. പിന്നെ ഞാൻ അങ്ങോട്ട് പച്ചയാക്കി എടുത്തതാണ്. ഡീ കോർണേഴ്സിലൊക്കെ ഞാനത് ആ ഒരു കളറായിട്ട് അടിച്ചെടുക്കുന്നത്. കാരണം ഒക്കെ ഇങ്ങോട്ട് ഡാർക്കാവണ്ടല്ലോ എന്നിങ്ങനെ വിചാരിച്ചു. എന്തായാലും നല്ലൊരു രസമുള്ള കളറാണ് കേട്ടത്. ഇപ്പം കണ്ടേ, ഇപ്പം എന്ത് ഭംഗിയുണ്ട് നമ്മൾ നോക്കിക്കേ. നമ്മൾ ആദ്യത്തെ വീഡിയോ കേട്ടോ പെയിൻറ്റ് ചെയ്യുന്നത്. ഉടനെ കുറച്ചധികം ബ്യൂട്ടി ആക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ചെയ്യുന്നത്. പിന്നെ ഈ മൂക്കും അല്ലാതെ എന്താ ആ തലയിലുള്ള ചെമ്പത്തി പോലത്തെ ഭാഗത്തിന് ഞാൻ ഈ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ തട്ടിയപ്പോൾ നമ്മുടെ മറ്റേ കളർ അങ്ങോട്ട് പോയി. അത് നേരെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ മുഴുവൻ നീലയാക്കണമെന്ന് എനിക്ക് ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മുഴുവൻ നീലയാക്കിയാൽ രസം ഉണ്ടാവില്ല. അതുകൊണ്ട് മാത്രം ഞാൻ മുഴുവൻ നീലാക്കിയില്ല. അല്ലെങ്കിൽ എൻ്റെ മനസ്സ് മാറി ഫുൾ ഞാൻ നീലാക്കിയായിരുന്നു. നമുക്ക് ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടായിരുന്നെങ്കിൽ ഇറ്റ്സ് മീ അമലു. അപ്പോൾ
ക്രാഫ്റ്റ് വീഡിയോ ഒന്നും അധികം ഞാൻ ഇട്ടിട്ടില്ല, കാരണം എനിക്ക് ട്രൈപ്പോഡില്ല, ഉള്ളത് കേടുവന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു റെഡ് കളർ എടുത്തിട്ടുണ്ട്. റെഡൊന്നും മയിലിൻ്റെ മേലുണ്ടാവാൻ ചാൻസ് ഇല്ല, എങ്കിലും നമ്മൾ ഈ ഒരു മയിലിന് റെഡ് കളർ കൊടുക്കുന്നുണ്ട്. ഈ തലപ്പുള്ള ഈ ഒരു പുള്ളികൾക്കാണ് കേട്ടോ ഞാൻ റെഡ് കളർ എടുത്തിട്ടുള്ളത്. നല്ല രസമുള്ളൊരു കളറാണ്. ഇപ്പോഴാണ് കേട്ടോ ഇതിനൊരു ചന്തം. ഞാൻ എന്താ ഓൾഡ് ഗാനസിസ്റ്റിൽ പറയണം, ഞാൻ 90s കിഡൊന്നുമല്ല കേട്ടോ, ഞാൻ 2K കിഡ് തന്നെയാണ്. എന്താണെന്ന് വെച്ചാലേ ഞാൻ ഇനി 8ലേക്കാണ്, അതുകൊണ്ട് എനിക്ക് അത്ര പ്രായമൊന്നുമില്ല. അതുകൊണ്ട് എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി ഷോപ്പിംഗ് വീഡിയോസൊന്നും ഉണ്ടാവില്ല, കാരണം പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇത്രയാണുള്ളൂ. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. അത് ഞാൻ കാണിച്ചു തരാം. ദാറ്റ് ഇസ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അത് നിർബന്ധമായിട്ടൊന്ന് താഴ്ന്നു കേട്ടോ. ലൈക്ക് മാത്രം ആക്കണ്ടെന്നേ, സബ്സ്ക്രൈബും കൂടെ ചെയ്തോ. കൂട്ടത്തിലെ ഗിവ് വേണ്ട എന്താ പറയാ ഗിവ് വേണ്ട കമൻറ്റ് കൂടി ഇടാം. പിന്നെ ഇതിനുള്ള എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ബൈ. ഓക്കെ, അപ്പം നമുക്കിതെടുത്ത് വെച്ചിട്ട് ഉണങ്ങാൻ വെച്ചിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ബൈ. കയ്യിലാകെ പെയിൻ്റ് ചെയ്യും. ബൈ.